Hi all, welcome to once. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൺട്രോൾ സിസ്റ്റത്തിലെ RH ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ്. സോ ഈ RH ക്രൈറ്റീരിയ ഒരുവിധം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ അതൊന്ന് നമുക്ക് ജനറൽ ആയിട്ട് അതിന്റെ ബേസിക്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ RH ക്രൈറ്റീരിയ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ക്ലോസ് ലൂപ്പ് സിസ്റ്റം. ഓക്കെ, അവിടെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ പോൾസ് അല്ലെങ്കിൽ റൂട്ട്സ് നമ്മൾ ആക്ച്വലി സോൾവ് ചെയ്യില്ല, പക്ഷെ സോൾവ് ചെയ്യാതെ തന്നെ നമുക്ക് സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം അനലൈസ് ചെയ്യാം. സോ വിൽ സി വാട്ട് ആർ ദ നെസസറി കണ്ടീഷൻസ് ആൻഡ് വാട്ട് ആർ ദ സഫിഷ്യന്റ് കണ്ടീഷൻസ് ഫോർ an equation to be a stable, for a characteristic equation or for the system to be stable or not. Okay, so basically ഇപ്പോൾ ഒരു characteristic equation a1s cube plus a2s square plus a3s plus a0 equal to 0 ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് വിചാരിക്കാം. നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് all the coefficients, that is a1, a2, a3, a0 should be of same sign. That is either all should be positive or all should be negative. Same sign ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഇവിടെ നമ്മൾ a1s ക്യൂബ് പ്ലസ് a2s സ്ക്വയർ പ്ലസ് a3s പ്ലസ് a0, ഇവിടെ നമുക്ക് എസിന്റെ പവർ ഒന്നും സ്കിപ്പ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ there should not be any missing terms in s. ഇപ്പോൾ ഈ ഇക്വേഷൻ തന്നെ ഇപ്പോൾ a1s ക്യൂബ് പ്ലസ് a3s പ്ലസ് a0 ഈക്വൽ ടു 0 ആണെങ്കിലും we can say that the system is unstable. അതായത് necessary condition എന്ന് പറയുന്നത് all the coefficients should be of same sign and there should not be any missing terms of s. Okay, but that is not sufficient for the system to be stable. അപ്പോൾ ഇതിൽ ഏതെങ്കിലും എന്താ പറയുക മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ you can say that the system is unstable. പക്ഷെ സ്റ്റേബിൾ ആവണമെങ്കിൽ അത് മാത്രം പോരാ, ഈ കണ്ടീഷന്റെ കൂടെ RH ക്രൈറ്റീരിയയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. സോ വാട്ട് ഈസ് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RH ക്രൈറ്റീരിയ റൂത്ത് അറേയിൽ, നമുക്ക് റൂത്ത് അറേ എങ്ങനെ എഴുതാൻ നോക്കാം. റൂത്ത് അറേയിൽ ഫസ്റ്റ് കോളത്തിൽ there should not be any sign changes. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റേബിൾ സിസ്റ്റം. ഇനി എത്ര സൈൻ സപ്പോസ് സൈൻ ചേഞ്ചസ് ഉണ്ടെങ്കിൽ എത്ര സൈൻ ചേഞ്ചസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് പോൾസ് വിൽ ബി ലൈങ് ഓൺ ദ RHS of the S plane. Okay, when there are sign changes in the first column of Ruth array, then the system is unstable. The number of sign changes is equal to the number of roots in the right half plane. So, എന്തൊക്കെയാ പറഞ്ഞേ? നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് കോഷ്യന്റ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഷുഡ് ബി ഓഫ് സെയിം സൈൻ. എല്ലാത്തിനും either പോസിറ്റീവ് ഓർ നെഗറ്റീവ്, രണ്ടും കൂടി മിക്സ് ചെയ്ത് വരാൻ പറ്റില്ല. ദെൻ there should not be any missing terms of s പവർ. എസിന്റെ പവറിൽ എസ് ക്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകണം s⁻0 വരെ. അല്ലാതെ എസ് ക്യൂബ് കഴിഞ്ഞിട്ട് നേരെ എസ് സ്ക്വയറിന്റെ ടേം ഇല്ലാതെ എസിലേക്ക് പോയാൽ യു ക്യാൻ ജഡ്ജ് ദ സിസ്റ്റം ടു ബി അൺസ്റ്റേബിൾ. പക്ഷെ ഇത് രണ്ടും ഉണ്ടായതുകൊണ്ട് ഇത് സിസ്റ്റം സ്റ്റേബിൾ ആവണമെന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഫിഷ്യന്റ് കണ്ടീഷനിലേക്ക് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഗോ ടു RH ക്രൈറ്റീരിയ. അവിടെ ഫസ്റ്റ് റോ ഓഫ് റൂത്ത് അറേ സൈൻ ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് സ്റ്റേബിൾ. അതാണ് സഫിഷ്യന്റ് കണ്ടീഷൻ. ഇനി സൈൻ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് അൺസ്റ്റേബിൾ ആൻഡ് നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പോൾസ് ലൈങ് ഓൺ ദ RHS ഓഫ് ദി S പ്ലെയിൻ. ദെൻ നമുക്ക് തേർഡ് as ക്യൂബ് പ്ലസ് bs സ്ക്വയർ പ്ലസ് cs പ്ലസ് d എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ, ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നായിരിക്കും ഓർഡർ 3യുടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാതെ തന്നെ എങ്ങനെ അതിന്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിൽ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബിയും സിയുടെയും പ്രോഡക്റ്റ് ബി ഇൻറ്റു സി, അതായത് as ക്യൂബ് പ്ലസ് bs സ്ക്വയർ പ്ലസ് cs പ്ലസ് d തേർഡ് ഓർഡർ ഇക്വേഷനിൽ ബി സിയുടെ പ്രോഡക്റ്റ് ലെസ് ദാൻ a ഇൻറ്റു d ഔട്ടർ കോഷ്യന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ ദ സിസ്റ്റം ഇസ് അൺസ്റ്റേബിൾ. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഈക്വൽ, BC is equal to AD, then the system is marginally stable. And if BC is greater than AD, then the system is stable. So നമ്മൾ നേരത്തെ നോക്കിക്കോ, നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. എന്താ, എല്ലാ കോഷ്യൻസിനും സെയിം സൈൻ ആണ്. Then there is no skipping of terms. S സ്ക്വയർ കഴിഞ്ഞ s ക്യൂബ്, പിന്നെ s⁻1, പിന്നെ s⁻0. So നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ദെൻ സഫിഷ്യന്റ് കണ്ടീഷൻ നമ്മൾ റൂത്ത് അറേ വെച്ചാണ് നോക്കുക. അത് നമുക്ക് റൂത്ത് അറേ എങ്ങനെയാന്ന് നോക്കാം. പക്ഷെ അതിന് മുന്നേ ഇപ്പൊ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ആയിട്ട് ഇങ്ങനെ ഒരു തേർഡ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. എന്താ,
തേർഡ് ഓർഡർ വരുമ്പോൾ ഇന്നർ പ്രോഡക്റ്റിന്റെ ടേം ഈക്വൽ ടു ഔട്ടർ പ്രോഡക്റ്റ് ആണെങ്കിൽ മാർജിനലി സ്റ്റേബിൾ, ലെസ് ദാൻ ദി ഔട്ടർ പ്രോഡക്റ്റ് ആണെങ്കിൽ അൺസ്റ്റേബിൾ, ആൻഡ് ഇന്നർ പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഔട്ടർ പ്രോഡക്റ്റ് ആണെങ്കിൽ സിസ്റ്റം ഇസ് സ്റ്റേബിൾ. നെക്സ്റ്റ് നമുക്കൊരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ നോക്കാം. സിമിലർലി ഇവിടെയും കോഎഫിഷ്യന്റ് എ ബി സി ആർ പോസിറ്റീവ്. ഓക്കെ, ദെൻ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും സൈൻ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, ബട്ട് എല്ലാം സെയിം ആയിരിക്കണം. ദെൻ സ്കിപ്പിംഗ് ഓഫ് ടേംസ് ഇല്ല, സ്ക്വയർ കഴിഞ്ഞ് s⁻1 പിന്നെ s⁻0. നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി എ ബി സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സിസ്റ്റം ഇസ് സ്റ്റേബിൾ. സെക്കൻഡ് ഓർഡറിന്റെ കേസിലാണ് പറയുന്നത് കേട്ടോ. ദെൻ എയും സിയും ഗ്രേറ്റർ ദാൻ 0 ബട്ട് ബി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ സിസ്റ്റം ഇസ് മാർജിനലി സ്റ്റേബിൾ. സോ തേർഡ് ഓർഡറും സെക്കൻഡ് ഓർഡറും വരുമ്പോൾ മാത്രമാണ് ഇത് അപ്ലിക്കബിൾ. നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഇനി റൂത്ത് അറേ വെച്ച് ഒരു പ്രോബ്ലം ചെയ്യാം. വെറുതെ ആ പോളിനോമിയൽ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസ് ആവുള്ളൂ, ആർബിട്രറി കോഎഫിഷ്യൻസ് വെച്ചിട്ട്. അതല്ലാതെ ഒരു ക്വസ്റ്റൻ ആയിട്ട് തന്നെ ചെയ്ത് നോക്കാം എങ്ങനെയാണ് റൂത്ത് അറേ കൺസ്ട്രക്ട് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുക. s⁵, 2s⁴, 4s³ 6s² + 2s + 5 = 0. സോ നെസസറി കണ്ടീഷൻസ് നമ്മൾ പറയുന്നത് ഓൾ ദ കോഎഫിഷ്യൻസ് ഷുഡ് ബി ഓഫ് ദ സെയിം സൈൻ. എല്ലാം പോസിറ്റീവ് ആണ്, അപ്പോൾ സെയിം സൈൻ ആണ് ഇവിടെ. എല്ലാം നെഗറ്റീവും ആണെങ്കിലും അത് നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് തന്നെയാണ്. ദെൻ എല്ലാ ടേംസും s⁵ കഴിഞ്ഞ് s⁴, s³ s², s⁻1 ആൻഡ് s⁻0. അപ്പോൾ നെസസറി കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. പക്ഷേ സഫിഷ്യന്റ് കണ്ടീഷൻ നമുക്ക് RH ക്രൈറ്റീരിയ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ റൂത്ത് അറേ എങ്ങനെ എഴുതാൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് ഏറ്റവും ഹയസ്റ്റ് പവർ s⁵ അപ് ടു s⁻0 നമ്മൾ താഴോട്ട് എഴുതി പോവാം. ഓക്കെ, അത് കഴിഞ്ഞ് ഈ കോഎഫിഷ്യൻസ് എഴുതുന്നത് നോക്കാം. ഹയസ്റ്റ് പവറിന്റെ കോഎഫിഷ്യന്റ് ആദ്യം ഇവിടെ എഴുതാം. ദെൻ റൈറ്റിലോട്ടല്ല, നേരെ താഴെ നെക്സ്റ്റ് ഹയസ്റ്റ്, അതായത് s⁴ നമ്മൾ ഇവിടെ എഴുതാം. ദെൻ നെക്സ്റ്റ് s³ നമ്മൾ s³ കോഎഫിഷ്യന്റ് എന്താ 4, അത് ഇവിടെ എഴുതാം. ദെൻ s² കോഎഫിഷ്യന്റ് 6 ഇവിടെ എഴുതാം. ദെൻ 2s, സോ കോഎഫിഷ്യന്റ് 2, അത് ഇവിടെ. ദെൻ 5 s⁻0 കോഎഫിഷ്യന്റ് എന്ന് പറയുന്നതാണ് 5. സോ റൂത്ത് അറേ എങ്ങനെ എഴുതാം നമ്മൾ? ഹയസ്റ്റ് പവർ തൊട്ട് താഴോട്ട് എസ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഹയസ്റ്റ് പവറിന്റെ ആദ്യം എഴുതുക, നേരെ താഴെ നെക്സ്റ്റ് ഹയസ്റ്റിന്റെ, അങ്ങനെ മുകളിൽ താഴെ എഴുതി പോവാം. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വിചാരിച്ചാൽ ഈ 2 × 4 മൈനസ് 1 × 6 2 × 4 മൈനസ് 1 × 6 ഡിവൈഡഡ് ബൈ ദിസ് 2. ഈ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്ര കിട്ടുക? 2 × 4 8, 8 മൈനസ് 6 is 2 and 2 by 2 is 1. So s³ നേരെ എഴുതുന്നത് 1 ആണ്. ഓക്കെ, അത് എങ്ങനെ കിട്ടിയത് നമുക്ക്? 2 × 4 മൈനസ് 1 × 6 ഹോൾ ഡിവൈഡഡ് ബൈ 2. സിമിലർലി ഇവിടുത്തെ ടേം എങ്ങനെ കിട്ടും? 2 × 2, ഇവിടുത്തെ 2 × 2 4 മൈനസ് 1 × 5. അപ്പോൾ 4 മൈനസ് 5 എത്രയാ? -1 ഡിവൈഡഡ് ബൈ ദിസ് 2. 6 ചെയ്യരുത്, ഈ 2 തന്നെ എടുക്കണം. സോ മൈനസ് ഓഫ് 1/2. ഇതാണ് ഇവിടുത്തെ ടേം. എങ്ങനെ കിട്ടി? 2 × 2 മൈനസ് 1 × 5 ഡിവൈഡഡ് ബൈ 2, -1/2. നെക്സ്റ്റ് അടുത്തത് എങ്ങനെ എഴുതും? 1 × 6 മൈനസ് 2 × -1/2 ഡിവൈഡഡ് ബൈ 1. അപ്പൊ 1 × 6 എത്രയാ? 6. 6 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അപ്പൊ 6 + 1 7, 7/1 7 itself. ദെൻ ഇപ്പുറത്തെ ടേമോ 1 × 5 മൈനസ് 2 × 0 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ 5 ആണ് ഇവിടെ വരിക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ 2 × 4 മൈനസ് 1 × 6 ആണ് എടുക്കുന്നത്, ഡിവൈഡഡ് ബൈ ഈ ടേം 2. അതേമാതിരി ഇവിടെ എത്തുമ്പോൾ എങ്ങനെയാ? 1 × 6 എടുക്കണേ, മൈനസ് 2 × -1/2 ഡിവൈഡഡ് ബൈ 1. സിമിലർലി ഇവിടെ എങ്ങനെ ചെയ്യും? 1 × 5 ആണ് ആദ്യം എടുക്കുക, അല്ല 7 × -1/2 7 × -1/2 മൈനസ് ഓഫ് 1 × 5 ഡിവൈഡഡ് ബൈ 7. ഓക്കെ,
So minus 7 by 2 minus 5 divided by 7. So അത് സോൾവ് ചെയ്ത് എന്ത് കിട്ടും? minus 17 by 14. Okay, minus 17 by 14. Next. Okay, minus 17 by 14. Next element നമ്മൾ എന്താ എടുക്കുക? minus 17 by 14 into 5 minus 7 into ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? 0. 7 into 0 divided by minus 17 by 14. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 5 തന്നെ കിട്ടും അല്ലെ? minus 17 by 14 into 5 divided by minus 17 into 14 minus 17 by 14 into 5 minus 7 into 0 divided by minus 17 by 14 ചെയ്താൽ എന്താ കിട്ടുക? 5 തന്നെയാണ് കിട്ടുക. സോ പ്ലസ് 5. സോ റൂത്ത് അറേയുടെ ഫസ്റ്റ് കോളം അതായത് 1, 2, 1, 7 minus 17 by 14 and 5. അപ്പൊ ഈ ഫസ്റ്റ് കോളം നോക്കുക. ഇവിടെ എത്ര സൈൻ ചേഞ്ചസ് ഉണ്ട്? 1 2ലേക്ക് വരുമ്പോ ഇല്ല, 2 1ലേക്ക് ഇല്ല, then 1 to 7 ഇല്ല, 7 to minus 7 ഫസ്റ്റ് സൈൻ ചേഞ്ച്, then minus 17 by 14 to നെക്സ്റ്റ് 5. അപ്പൊ 2 സൈൻ ചേഞ്ച് വരുന്നുണ്ട് നമുക്ക് ഇവിടെ. ഓക്കെ, സോ സൈൻ ചേഞ്ച് വന്നാൽ തന്നെ എന്താണ്? സിസ്റ്റം ഇസ് അൺസ്റ്റേബിൾ. ഇനി നമുക്ക് എത്ര റൂട്ട്സ്, അതായത് ഒരു എക്സ്പ്ലെയിനിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ റൂട്ട്സും ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ എക്സ്പ്ലെയിൻ വരികയാണെങ്കിൽ ഇറ്റ് ഇസ് എന്താ സ്റ്റേബിൾ. പക്ഷെ സൈൻ ചേഞ്ച് വന്നാൽ ഇറ്റ് ഇസ് സം ഓഫ് ദ റൂട്ട്സ് ആർ ഓൺ ദ റൈറ്റ് ഹാഫ് പ്ലെയിൻ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ എത്ര റൂട്ട്സ് ഉണ്ടെന്ന് നമുക്ക് നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ് വെച്ച് പറയാം. സോ ഇവിടെ എത്ര സൈൻ ചേഞ്ചസ് ഉണ്ട്? പ്ലസ് ടു മൈനസ്, മൈനസ് ടു പ്ലസ്. അപ്പൊ 2 റൂട്ട്സ്, 2 റൂട്ട്സ് വിൽ ബി ഓൺ RHS. ഈ ക്വസ്റ്റ്യനിൽ പക്ഷെ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ എന്താ? ദ സിസ്റ്റം ഇസ് അൺസ്റ്റേബിൾ. സോ റൂത്ത് അറേ എങ്ങനെയാ എഴുതേണ്ടതെന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഹയസ്റ്റ് പവർ എന്ന് താഴോട്ട് s⁻⁴ വരെ എഴുതുക. ദെൻ ആ കോഷ്യന്റ് എഴുതുന്ന കാര്യം മാത്രം നോട്ട് ചെയ്താൽ മതി. 1, 2, 4, 6, 2, 5. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും ഈ പോർഷൻ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് 1 into 6 minus 2 into 4 ചെയ്യാൻ പോകരുത്. 2 into 4 minus 1 into 6 divided by 2. അത്രയും കാര്യം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the characteristic equation 2s⁴ s³ plus 3s² plus 5s plus 10 equal to 0, the number of roots in the left half of S plane. Okay, question ശ്രദ്ധിക്കുക. 2s⁻⁴ characteristic equation ആണ് തന്നിരിക്കുന്നത്. The number of roots in the left half of the S plane ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് റൂത്ത് അറേ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണേ? നമ്പർ ഓഫ് റൂട്ട്സ് ഇൻ ദി RHS ആണ്, റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യണേ. സോ ടോട്ടൽ റൂട്ട്സ് എത്രയുണ്ട് അതേ മൈനസ് നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ് ചെയ്താലാ നമുക്ക് നമ്പർ ഓഫ് റൂട്ട്സ് ഇൻ ദി ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ കിട്ടുള്ളൂ. ഓക്കെ, സോ നമുക്ക് റൂത്ത് അറേ എഴുതാം. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഒന്നും കൂടെ എഴുതി വെക്കാം. 2s⁴ പ്ലസ് s³ പ്ലസ് 3s² പ്ലസ് 5s plus 10 is equal to 0. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ? എല്ലാത്തിന്റെയും സൈൻ, എല്ലാ ക്വസ്റ്റ്യന്റെയും സൈൻ സെയിം ആണ്. Then there is no missing terms. s⁴ കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് s⁻⁴ വരെ ഉണ്ട്. എല്ലാ s⁻ ടേംസും ഉണ്ട്. സോ നെസസറി കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. സഫിഷ്യന്റ് കണ്ടീഷൻ നോക്കണമെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ദ റൂത്ത് അറേ. സോ റൂത്ത് അറേ ഇങ്ങനെ എഴുതാം. ഹയസ്റ്റ് ടേം എന്താ ഈ ക്വസ്റ്റ്യനിൽ? s⁻⁴. s⁻⁴, s⁻3, s⁻2, s⁻1 and s⁻0. നെക്സ്റ്റ് കോഷ്യൻസ് എടുത്ത് എഴുതാം. കമോൺ, എന്താ s⁻⁴ കോഷ്യന്റ് എന്താ? 2, s⁻3 1, then s² 3. അതെവിടെ എഴുതാ? ഇവിടെയാണോ എഴുതാ? അല്ല, ഇവിടെ. then 5s 5, then s⁻⁴ 10. സോ ഇതാണ് ഇനീഷ്യൽ റൂത്ത് അറേ. ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 2 into 5 minus 1 into 3 ആണോ? അല്ല, 1 into 3 minus 2 into 5. ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകും. പിന്നെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ആ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുത്തു പറയണേ, ഈ എലമെന്റ് അല്ല, ഇവിടെ നിന്നാണ് തുടങ്ങണ്ടേ. 1 into 3
minus 2 into 5 divided by 1. So 3 minus 10 by 1. 3 minus 10 by 1 എത്രയാ? Minus 7. Okay. Next term എങ്ങനെ എഴുതും? 1 into 10 minus 2 into 5. 1 into next term എഴുതുന്നത് 1 into 10 minus 2 into ഇവിടെ എന്തെങ്കിലും ടേം ഉണ്ടോ? അപ്പൊ 0. ഓക്കെ, 2 into 0 divided by 1. സോ എന്താ? 10 വരും ഇവിടെ. നെക്സ്റ്റ് 1 into നെക്സ്റ്റ് എലമെന്റ് എങ്ങനെ എഴുതും? മൈനസ് 7 into 5 എത്രയാ? മൈനസ് 7 into 5 എത്രയാ? മൈനസ് 35. മൈനസ് 1 into 10. സോ minus 10 divided by minus 7. Okay, check cheya. Minus 7 into 5 minus 35, minus 1 into 10 minus 10, minus 35 minus 10 എന്ന് പറയുമ്പോൾ minus 45 divided by minus 7, which is 45 by 7. Okay, next element എങ്ങനെ എഴുതും? നെക്സ്റ്റ് എലമെന്റ് എങ്ങനെയാണ് നമ്മൾ എഴുതാം? 45 by 7 into 10 minus 7 into 0 divided by 45 by 7, which is 10 itself. സോ നോക്കുക, ഈ റൂട്ട് അറേയിൽ എത്ര സൈൻ ചേഞ്ചസ് ഉണ്ട്? എന്തായാലും സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്, അതിൽ സംശയമൊന്നുമില്ല എല്ലാവർക്കും. എന്താ? ദർ ആർ സൈൻ ചേഞ്ചസ് ഇൻ ദ ഫസ്റ്റ് കോളം ഓഫ് ദ റൂട്ട് അറേ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്ലസ്സിന്ന് മൈനസിലേക്ക് പോയി, ഫസ്റ്റ് സൈൻ ചേഞ്ച്. ഇവിടെ മൈനസിന്ന് പ്ലസ്സിലേക്ക് പോയി, സെക്കൻഡ് സൈൻ ചേഞ്ച്. സോ ദർ ആർ 2 സൈൻ ചേഞ്ചസ്. സോ നമ്പർ ഓഫ് പോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റൂട്ട്സ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിൻ എന്ന് പറയുന്നത് എത്രയാ? ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ്. ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് 2. അപ്പൊ 2 സൈൻ ചേഞ്ചസ് ഉണ്ട്. സോ റൈറ്റ് ഹാഫ് പ്ലെയിനിൽ 2 റൂട്ട്സ് ആണ് ഉള്ളത്. നമ്മുടെ അടുത്ത് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്പർ ഓഫ് റൂട്ട്സ് ഇൻ ദി ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ. ഓക്കെ, ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിൽ എത്ര റൂട്ട്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് റൂട്ട്സ് എത്രയാ? Highest power of the characteristic equation. Total number of roots equal to 4. Number of sign changes 2 ആണ്. So number of poles അല്ലെങ്കിൽ number of roots in LHS is equal to total number of roots minus number of sign changes, that is 4 minus 2 is equal to 2. So option 2 ഉണ്ട്, A will be the answer. So root criteria എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. നമ്മൾ ചെയ്യേണ്ടത് necessary conditions ചെക്ക് ചെയ്യുക. All the coefficients should be having same sign. Then പിന്നത്തെ കണ്ടീഷൻ എന്താ? സ്കിപ്പിംഗ് ഓഫ് പവേഴ്സ് ഉണ്ടാവില്ലേ? കണ്ടിന്യൂസ്. S⁴ തുടങ്ങുകയാണെങ്കിൽ S⁵3, S⁵2, S⁴1 ആൻഡ് S⁵0. ഇടയിൽ ഒരു പവർ മിസ്സിംഗ് ഉണ്ടെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആണെന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കാം. റൂട്ട് അറേയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ദെൻ സഫിഷ്യന്റ് കണ്ടീഷൻ ആണ് റൂട്ട് അറേ വെച്ച് നോക്കുക. അപ്പൊ റൂട്ട് അറേ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നും 1 into 3 minus 2 into 5 ആണ് ചെയ്യേണ്ടത്, ഡിവൈഡഡ് ബൈ 1. ഓക്കെ, സോ അത് റൂട്ട് അറേ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഈ ഫസ്റ്റ് കോളത്തിൽ സൈൻ ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ സിസ്റ്റം ഇസ് സ്റ്റേബിൾ. സൈൻ ചേഞ്ചസ് ഉണ്ടെങ്കിൽ സിസ്റ്റം ഇസ് അൺസ്റ്റേബിൾ. പിന്നെ എത്ര റൂട്ട്സ് ആണ് RHS ഉള്ളതെന്ന് നമുക്ക് ഈ നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ് കിട്ടും. സോ ക്വസ്റ്റനിൽ സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് ചോദിക്കാം, നമ്പർ ഓഫ് റൂട്ട്സ് ഇൻ RHS എത്രയാണെന്ന് ചോദിക്കാം, നമ്പർ ഓഫ് റൂട്ട്സ് ഇൻ LHS എത്രയാണെന്ന് ചോദിക്കാം. അപ്പൊ ക്വസ്റ്റൻ എന്താണെന്ന് ശരിക്കും വായിച്ചിട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് വൺസ് ഫോർ more sessions, and thank you. Thanks for watching.